വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സദാശിവൻ സതിക്ക് വരദാനം പ്രദാനം ചെയ്യുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. പരബ്രഹ്മം ആകാരം പൂണ്ട ശ്രീ പരമേശ്വരൻ്റെ മധുരവാണി ശ്രവിച്ചു നിന്ന ബ്രഹ്മാവ് ആനന്ദതുന്തിരനായി അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു, ദേവാദിദേവനായ പ്രഭു, ഇത്തരത്തിലുള്ള ഒരസുലഭ മുഹൂർത്തം സമാഗതമാക്കുവാൻ എത്ര നാളായി ഞങ്ങൾ ദേവന്മാർ കാത്തിരിക്കുന്നു. അങ്ങയുടെ കൽപ്പന പോലെ നാം ഉടനെ തന്നെ ദക്ഷനെ വിവരം ധരിപ്പിക്കുന്നതാണ്. ഈ സന്തോഷവാർത്ത വിഷ്ണുവിനെയും മറ്റു ദേവന്മാരെയും നാം ഉടനെ അറിയിക്കുന്നതാണ്. ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹത്തോടെ ബ്രഹ്മാവ് കൈലാസത്തിൽ നിന്നും യാത്ര തിരിച്ചു. കൊട്ടാരത്തിലെത്തിയ ബ്രഹ്മദേവനെ ദക്ഷൻ പൂജിച്ചിരുത്തി. അതിതര സാധാരണമായ ആനന്ദദീപ്തി തൻ്റെ പിതാവിൻ്റെ വദനാരവിന്ദത്തെ പൂർവാധികം പ്രകാശിപ്പിച്ചിരിക്കുന്നതായി കണ്ടറിഞ്ഞ ദക്ഷൻ വിനയാന്വിതനായി മൃദുസ്വരത്തിൽ ചോദിച്ചു, പിതാശ്രീ, അങ്ങയുടെ ആനന്ദബിംബം അർക്കപ്രഭയ്ക്ക് തുല്യം പ്രകാശമാനമായിരിക്കുന്നതിൽ നിന്നും അവിടുത്തെ അകതാരിൽ അപൂർവമായ ആനന്ദത്തിൻ്റെ നെയ്ത്തിരി പ്രജ്വലിക്കുന്നതായി ഞാൻ അറിയുന്നു. അതിനുള്ള കാരണമെന്താണ്? അരുളി ചെയ്യാൻ അകക്കാമ്പിൽ അലിവ് തോന്നണമേ. ദക്ഷൻ്റെ സ്നേഹപൂർണമായ അപേക്ഷ കേട്ട വിധാതാവ് മന്ദഹാസം തൂകിക്കൊണ്ട് പറഞ്ഞു, പുത്ര ദക്ഷ, ലോകത്തിൽ ഇന്നേ വരെ ആർക്കും ലഭിക്കാത്ത അപൂർവമായ ഒരു വരസിദ്ധിയാണ് നിൻ്റെ ഓമനപുത്രിക്ക് ലഭിക്കാൻ പോകുന്നുവെന്ന് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ രുദ്രദേവനിൽ നിന്നും നാം ശ്രമിച്ചിരിക്കുന്നു. നിൻ്റെ മകളുടെ കഠിന തപസ്സിൻ്റെ പ്രീതി പൂണ്ട കൈലാസനാഥൻ അവൾക്ക് ആഗ്രഹിച്ച് ചോദിച്ച വരം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. രുദ്രഭഗവാൻ അവളുടെ കഴുത്തിൽ വരണമാല്യം ചാർത്തി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. എന്നാൽ നിൻ്റെ മനോഗതം അറിഞ്ഞതിനു ശേഷം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളാൻ ഭഗവാൻ കൽപ്പന തന്നിട്ടുണ്ട്. അല്ലയോ വത്സ, നീ പരമമായ ഒരു സത്യം അറിയണം. ശ്രീ പരമേശ്വരൻ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമാണ്. നിൻ്റെ വാത്സല്യപുത്രി സതിയെ കല്യാണം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലൂടെ അതുല്യമായ സൗഭാഗ്യത്തിൻ്റെയും അപൂർവമായ വരദാനത്തിൻ്റെയും സൂര്യോദയം നിൻ്റെ കൊട്ടാരത്തിനെ അമരാവതിക്ക് തുല്യമാക്കുന്നു. ആയതിനാൽ നിൻ്റെ തീരുമാനം ഉടനെ നമ്മെ അറിയിക്കുക. വിധാതാവിൻ്റെ വാക്കുകൾ പീയൂഷധാര പോലെ അനുഭവിക്കുകയായിരുന്ന ദക്ഷൻ വിസ്മയഭരിതനായി പിതാവിനോട് ചോദിച്ചു, എനിക്ക് ഇക്കാര്യത്തിൽ എന്ത് വ്യത്യസ്ത അഭിപ്രായമാണ് പറയാനുള്ളത്? സൃഷ്ടികർത്താവായ പിതാവ് സർവ ജീവജാലങ്ങളുടെയും അകതാരിൽ ഗൂഢമായി പ്രവർത്തിക്കുന്ന പരമാത്മാവാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. അങ്ങനെ ത്രൈലോക്യ ശില്പിയായ ശ്രീ ഭഗവാൻ നമ്മുടെ അരുമപുത്രിയായ സതിയെ പാണിഗ്രഹണം ചെയ്യാൻ സമ്മതിച്ചതു തന്നെ നമുക്ക് ലഭിക്കുന്ന അപൂർവ ഭാഗ്യമാണ്. അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ മഹാസാഗരമായ രുദ്രദേവന് നമ്മുടെ പുത്രിയെ കല്യാണം ചെയ്തു കൊടുക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നാം ഉടനെ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹത്തെ അറിയിക്കണം. ദക്ഷൻ്റെ ഹൃദയപൂർവമായ സന്തോഷവർത്തമാനം കേട്ട ബ്രഹ്മാവ് ഇക്കാര്യം കൈലാസനാഥനെ ധരിപ്പിക്കുന്നതിനായി വിടകൊണ്ടു. ഗിരിശൃംഗത്തിൽ വസിക്കുന്ന ലോകനാഥനെ വന്ദിച്ച ശേഷം വിധാതാവ് പറഞ്ഞു, അല്ലയോ പ്രപഞ്ചനാഥ, ഞാനിപ്പോൾ ദക്ഷൻ്റെ കൊട്ടാരത്തിൽ നിന്നും വരികയാണ്.
ഇക്കാര്യങ്ങൾ ആർഭാടപൂർവം നടത്താനുള്ള ഒരുക്കങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കാൻ പോകുന്നതായി അറിയിച്ചിട്ടുണ്ട്. സദാശിവ, കാരുണ്യത്തിൻ്റെയും സത്യപ്പൊരുളിൻ്റെയും കാതലായ അവിടുന്ന് ദക്ഷപുത്രിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച വിവരം നാം അറിയിച്ചപ്പോൾ പരമമായ ആനന്ദാതിരേകത്താൽ അദ്ദേഹത്തിൻ്റെ ഹൃദയക്ഷേത്രം തരളിതമായി. സ്ത്രീകളിൽ അപൂർവരത്നമായ സതി അങ്ങേക്ക് വേണ്ടി തിരു അവതാരം കൊണ്ടതാണെന്ന് ആയതിനാൽ ആ അങ്കനാമണിയെ അവിടുത്തെ പാദകമലങ്ങളിൽ സമർപ്പിക്കാൻ സദാ ഒരുക്കമാണെന്നും ദക്ഷൻ ആനന്ദബാഷ്പം തൂകിക്കൊണ്ട് പറഞ്ഞു. ലഗ്നവും ശുഭമുഹൂർത്തവും നോക്കി അവിടുന്ന് എപ്പോൾ എഴുന്നള്ളിയാലും ആ നിമിഷം ദക്ഷൻ സതിയെ അവിടുത്തെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ തക്കവിധത്തിൽ കാര്യങ്ങൾ ഒരുക്കി വയ്ക്കുന്നതാണെന്നും നമ്മെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ലോകകല്യാണത്തിനു വേണ്ടി അവിടുന്ന് എത്രയും വേഗം സതീദേവിയെ സ്വീകരിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയിലും മധുര മൊഴികളിലും സംപ്രീതനായ ഭഗവാൻ പറഞ്ഞു: സൃഷ്ടികർത്താവേ, ദക്ഷൻ ഇപ്രകാരമാണ് പറഞ്ഞതെങ്കിൽ നമുക്കിനി വൈകിക്കേണ്ടതില്ല. ആയതിനാൽ അങ്ങ് നാരദനെയും മാനസപുത്രന്മാരായ മരീചി തുടങ്ങിയവരെയും വിവരം അറിയിക്കുക. നമ്മുടെ പാർഷദന്മാരും ഗണങ്ങളുമൊക്കെ നമ്മെ പിന്തുടരട്ടെ. അണ്ഡകടാഹങ്ങളെ സ്വനിശ്ചയത്താൽ തൻ്റെ ദിവ്യലീലകളാടാൻ വേണ്ട വേദികളാക്കി മാറ്റിയ ശ്രീ ഭഗവാൻ ഉടനെ മഹാവിഷ്ണുവിനെ സ്മരിച്ചു. ഈ സമയം വിഷ്ണു ഭഗവാൻ ലക്ഷ്മീദേവിയോടൊപ്പം ഭഗവാന്റെ തിരുസന്നിധിയിൽ സാന്നിധ്യം കൊണ്ടു. അല്പനേരത്തിനുള്ളിൽ സർവ്വദേവന്മാരും അവിടെ ആഗതരായി. അവർ ശ്രീ ഭഗവാനെ അത്യാകർഷമായ വിധത്തിൽ അണിയിച്ചൊരുക്കി. ഈ സമയം ഭഗവാൻ ശങ്കരൻ 1000 ആദിത്യന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ പ്രശോഭിച്ചു. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ ത്രയോദശി വരുന്ന ദിവസത്തിൽ ശ്രീശങ്കരൻ തൻ്റെ വാഹനമായ നന്ദീശ്വരൻ്റെ പുറത്തു കയറി പുറപ്പെട്ടു. വിഷ്ണുവും ബ്രഹ്മദേവനും മറ്റു ദേവന്മാരും ഭഗവാനെ അകമ്പടി സേവിച്ചു. ദിവ്യസങ്കല്പമാത്രയിൽ അവർ ദക്ഷൻ്റെ ഭവനത്തിലെത്തിച്ചേർന്നു. ഭഗവാന് വരവേൽപ്പ് നൽകാൻ കൊട്ടാരവാതിൽക്കൽ പരിവാരസമേതം കാത്തുനിന്ന ദക്ഷൻ ജാമാതാവിനെ സന്തോഷസമേതനായി എതിരേറ്റു. ആർഷവിധിപ്രകാരം ശ്രീശങ്കരനെ പൂജിച്ച് സൽക്കരിച്ച് മനോഹരമായി അലങ്കരിച്ചിരുന്ന പീഠത്തിൽ ഇരുത്തി. പിന്നെ മറ്റു ദേവന്മാരെയും യഥോചിതം സ്വീകരിക്കുകയും പൂജിച്ച് അനുയോജ്യമായ സ്ഥാനങ്ങളിൽ കൊണ്ടിരുത്തുകയും ചെയ്തു. ഉത്തമരും സാത്വികരുമായ ബ്രാഹ്മണന്മാർക്ക് വസ്ത്രം, അന്നം, ദക്ഷിണ എന്നിവ നൽകി ആദരിച്ചു. സ്വീകരണ ചടങ്ങുകൾക്കു ശേഷം ദക്ഷൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു: പൂജനീയനായ പിതാശ്രീ, നമ്മുടെ വാത്സല്യനിധിയായ പുത്രി സതിയെ സദാശിവൻ്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കാൻ വേണ്ട കർമ്മങ്ങൾ അങ്ങയുടെ കൈകൾ കൊണ്ട് നിർവഹിക്കുവാൻ ദയ തോന്നണേ. ദക്ഷൻ്റെ വിനയാന്വിതമായ അപേക്ഷപ്രകാരം ബ്രഹ്മദേവൻ പീഠത്തിൽ നിന്നും മന്ദഹാസത്തോടും നിറഞ്ഞ സംതൃപ്തിയോടും എഴുന്നേറ്റു. ചടങ്ങുകൾ ഓരോന്നായി നടത്തിയ അദ്ദേഹം വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ദക്ഷനെ ക്ഷണിച്ചു. ദക്ഷൻ എഴുന്നേറ്റ് സതിയുടെ കൈപിടിച്ച് പരമശിവൻ്റെ കയ്യിൽ സമർപ്പിച്ചു. ആ സന്ദർഭത്തിൽ എല്ലാ ദേവന്മാരും
ഒത്തുചേർന്ന് കൈലാസനാഥനെയും സതീദേവിയെയും സ്തുതിച്ചു. ദേവീദേവന്മാർ നൃത്തമാടിയും ദിവ്യഗാനങ്ങൾ ആലപിച്ചും ആ മുഹൂർത്തം ധന്യമാക്കി. നഭോമണ്ഡലത്തിൽ നിന്നും അസുലഭവും അപൂർവവുമായ പുഷ്പങ്ങൾ വർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. മന്ദമാരുതൻ സുഗന്ധവാഹിനിയായി മാറി. ത്രിലോകങ്ങളിലുമുള്ള സകല ചരാചരങ്ങളും ആനന്ദത്തിമിർപ്പിനാൽ ആറാടി. വർണ്ണാനീതമായ പ്രശോഭിച്ച ശ്രീശങ്കരൻ്റെ മുന്നിൽ ലക്ഷ്മി സമേതനായി വന്നു ചേർന്ന ശ്രീഹരി ഭഗവാനോട് പറഞ്ഞു. ഇതിൻ്റെ ബാക്കിഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.